ചെയ്തോ. ഇവിടെ ഇപ്പൊ കാണാവോ? ഇല്ല സാർ. ഇപ്പൊ കാണാം. ഓക്കെ. അപ്പോ കേരള ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് PDS. അവിടെ കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേഷൻ കട, അത് തന്നെയാണ് ഉദ്ദേശം. കേരള ഈസ് നോട്ട് സെൽഫ് സഫിഷ്യന്റ് ഇൻ ഫുഡ്. അപ്പോ കേരള എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് ആ ഒരു ഫുഡും കാര്യങ്ങളും എല്ലാം കൈവരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ സ്വയമായിട്ട് ഫുഡ് എല്ലാം പ്രോപ്പറായിട്ട് നാട്ടുകാർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു കഴിവ് ഉള്ള ഒരു സംസ്ഥാനം അല്ല. സോ വി ഡിപ്പെൻഡ് ഓൺ അതർ സ്റ്റേറ്റ്സ് ഫോർ ഫുഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത സ്റ്റേറ്റിനേക്ക് ആശ്രയിക്കും. നമുക്ക് അരി വാങ്ങിക്കാനായാലും അല്ലെങ്കിൽ ഗോതമ്പ്, ഇപ്പൊ എല്ലാ സാധനങ്ങളും ഇവിടെ കൃഷി ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വരും. കേരള ഹാസ് എ സ്ട്രോങ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി. അപ്പൊ നമ്മൾ നേരത്തെ ഫുഡ് സെക്യൂരിറ്റിയെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനായിട്ട് നമ്മുടെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് ഈ നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, നമ്മളെ റേഷൻ കടയൊക്കെ പോലെ. അപ്പോൾ the public distribution outlets in Kerala supply rice, food products and other essential commodities to the needy at fair price. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ നമുക്ക് റേഷൻ കടയൊക്കെ നോക്കിയാൽ മതി. നമുക്കിപ്പോൾ BPL കാർഡ് ഉള്ളവർക്ക് ഇത്ര രൂപയ്ക്ക് 4 രൂപയ്ക്ക് 35 കിലോ അരി, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇത്രയും അരി, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ കാർഡുകാർക്കും ഉള്ളതാണ് 2 രൂപ കിലോ, 2 രൂപയ്ക്ക് അരി, ഇത്ര അരി, ഒരാൾക്ക് 2 കിലോ വെച്ചോ 4 കിലോ വെച്ചോ, അങ്ങനെ ഓരോരോ കാർഡിനനുസരിച്ച് ഇങ്ങനെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് വിത്ത് ഹ്യൂജ് സബ്സിഡി. ആ സബ്സിഡിയിലും എല്ലാത്തിലും ഏറ്റവും പൈസ കുറച്ച് ആരും പട്ടിണി കിടക്കരുത് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതാണ് ഇത്, ഫുഡ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പൊ റൈസും, കടല, റൈസ്, പിന്നെ അടുത്ത് നമുക്ക് നോക്കിയാൽ അറിയാം മാവ്, ആട്ടമാവ്, അപ്പൊ ഇങ്ങനെയുള്ള പല സാധനങ്ങളും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. There are many agencies functioning with the objective of providing essential commodities to people at fair price. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഈ PDS-ഉമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പല പല അതർ ഏജൻസീസും വർക്ക് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഏജൻസിയാണെന്ന് നമുക്ക് നോക്കാം. അത് മെയിനായിട്ട് വരുന്നത് സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റ്, നമ്മുടെ റേഷൻ കട, സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റ്. അപ്പോൾ അവിടെ ആണെങ്കിൽ റൈസ്, വീറ്റ്, ഗോതമ്പ്, ഷുഗർ, കെറോസിൻ, മണ്ണെണ്ണയും പഞ്ചസാരയും ഒക്കെ അവിടെ നിന്ന് കൊടുക്കും. അടുത്ത് ഹോർട്ടി ക്രോപ്പ്, അവിടെ നിന്ന് വെജിറ്റബിൾസ്, സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ത്രിവേണിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഞാനവിടെ നെല്ലിക്കാടിന്റെ ആ ഭാഗത്ത് തന്നെ കണ്ടിട്ടുണ്ട്. അവിടെ അവർ മറ്റേ ത്രിവേണിയുടെ വണ്ടിയിൽ കൊണ്ടുവച്ച് അവരുടെ ആ ഒരു മൊബൈൽ ഔട്ട്ലെറ്റ്, അതായത് വണ്ടിയിൽ കൊണ്ടുവച്ച് അവർ സാധനങ്ങൾ വിൽക്കുന്ന ഇതൊക്കെ കണ്ടിട്ടുള്ള. അപ്പോൾ ഇതുപോലെ ഇത്രയും ഏജൻസീസ്, പല പല ഏജൻസീസ് എല്ലാ സാധനങ്ങളും കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ വിൽക്കാനായിട്ട് അറ്റ് ഫെയർ പ്രൈസ്. അപ്പോൾ അതിനൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഇത് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് അല്ലെങ്കിൽ സാധനങ്ങൾ അവർ തരുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. ഇപ്പൊ ഒരാൾക്ക് ഇത്ര കിലോ അരി വെച്ച് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള ഇത് കാണും. അപ്പോൾ അതിനനുസരിച്ച് അവർ സാധനങ്ങളെല്ലാം തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ PDS-ഉമായിട്ട് പോകുന്ന ഏജൻസീസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നീതി സ്റ്റോറും നന്മ സ്റ്റോറ്, ഇതേപോലെ നിങ്ങൾ ഈ നന്മ മെഡിക്കൽസ് ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. അല്ല എങ്കിൽ നമ്മുടെ ഇവിടെ കാരുണ്യ മെഡിക്കൽസ്. അപ്പോൾ ആ മെഡിക്കൽ സ്റ്റോറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതിനൊക്കെ അതിന്റെ ലാഭത്തിനും കാര്യങ്ങൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് വെച്ചിട്ടുള്ളതാണ് അതൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഫുഡിന്റെ കാര്യത്തിൽ, ഫുഡ് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ വരുന്ന സാധനങ്ങളാണ് ഈ മാവേലി സ്റ്റോറ്, ലാഭം, പിന്നെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ യു മേ വിസിറ്റ് വൺ സച്ച് ഏജൻസി ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് ഫൈൻഡ് ഔട്ട് വെദർ കമ്മോഡിറ്റീസ് ആർ സോൾഡ് അറ്റ് ഫെയർ പ്രൈസ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്യാം. അവിടെ ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഈ ത്രിവേണിയുടെ വണ്ടി വരാറുണ്ട്. ഞാനും അത് പലപ്പോഴും കണ്ടിട്ടുണ്ട്, അവിടെ നെല്ലിക്കാടിന്റെ ആ ഭാഗത്തും ഒക്കെ. അപ്പോൾ
അവിടെ എവിടെയെങ്കിലും ഒക്കെ നോക്കിയിട്ട് ഒന്ന് കയറിയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വെറുതെ ചോദിക്കണം, പഞ്ചസാരക്ക് വില എത്രയാ, മുളകിന് വില എത്രയാ. അപ്പോൾ എന്നിട്ട് കടയിലുള്ള വിലയും ഇതും തമ്മിൽ കമ്പാരിസൺ നടത്തി നോക്കണം, എത്ര രൂപയ്ക്ക് അവർ വിൽക്കുന്നുണ്ട്. അപ്പൊ അവര് പറയും, പ്രത്യേകിച്ചും ത്രിവേണി അവരൊക്കെ പറയും, ഇത് ഇത്ര കിലോ വരെ ഒരു റേഷൻ കാർഡ് കൊടുക്കുമ്പോൾ ഇത്ര കിലോ വരെ ഒരു റേഷൻ കാർഡിന് ഇത്ര രൂപയ്ക്ക് കിട്ടും, അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടിയ വില കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ അവർ പറയുന്നത് കേൾക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ഫുഡ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഗവൺമെന്റിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഏജൻസീസ് ആണ് ഇതെല്ലാം. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, എല്ലാരും വീഡിയോ ഓൺ ചെയ്ത് ഞാൻ ഇത് എന്താ ഒരു ബ്ലാക്ക് സ്ക്രീനിൽ നോക്കി പഠിപ്പിക്കുന്ന ഒരു എഫക്റ്റാ, അതുകൊണ്ടാണ് നിങ്ങൾത്തേക്ക് ഈ വീഡിയോ ഓൺ ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ചലഞ്ചസ് ടു ഫുഡ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ ഫുഡ് പ്രൊഡക്ഷൻ നമ്മൾ ഇവിടെ ഒരു ഇവിടെ ഈ PDS ഇവിടെ ഒരു കോളം കൂടെ ഉണ്ടല്ലോ, അതുകൂടെ നോക്കാം. ഞാൻ ഉറക്കം വരുന്നുണ്ട്, സാരമില്ല. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പ്രൊവൈഡ്സ് ഫുഡ് ഐറ്റംസ് ആൻഡ് അതർ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ടു പീപ്പിൾ അറ്റ് റീസണബിൾ prices and the entire chain of such organizations are controlled by the government. അപ്പോൾ ഇത്തരം ഓർഗനൈസേഷൻ എല്ലാം ഏജൻസീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതെല്ലാം ഗവൺമെന്റ് ആണ്. കാര്യം ആളുകൾക്ക് ഫെയർ പ്രൈസിന് സാധനങ്ങൾ എത്തിക്കാനായിട്ട് നമ്മുടെ ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ് ഈ PDS. സംശയം, ആ കമ്മോഡിറ്റീസ് സാധനങ്ങൾ, അതായത് നമ്മുടെ വാങ്ങുന്ന സാധനങ്ങൾ എന്ന് തന്നെയാണ് അതിന് പറയുന്നത് കമ്മോഡിറ്റി. ആവശ്യമായ സാധനങ്ങൾ. അത് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമായ സാധനങ്ങൾ. എസെൻഷ്യൽ എന്ന് വെച്ചാൽ ആവശ്യമായ സാധനങ്ങൾ മീൻസ് കമ്മോഡിറ്റി. സാധനങ്ങൾ എന്നുള്ളതിന് തന്നെയാണ് കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഫുഡും അതുപോലുള്ള സാധനം, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുന്നില്ലേ, അതിന് നമുക്ക് കമ്മോഡിറ്റീസ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും കമ്മോഡിറ്റീസ് എന്ന് തന്നെ പറയുന്നത്, എന്ത് സാധനം എടുത്താൽ. ഓക്കെ, സോറി. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ PDS എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട ചലഞ്ചസ് ടു ഫുഡ് പ്രൊഡക്ഷൻ. അപ്പോൾ എന്തിനായാലും നമുക്ക് കുറെ മെറിറ്റ്സും കാണും ഡിമെറിറ്റ്സും കാണും. അപ്പോൾ ഫുഡ് പ്രൊഡക്ഷനിലും അതുണ്ട്. So the production and distribution of food are effectively managed by the public distribution system. Our food production sector still faces certain challenges. Let us have a look at these challenges. Look at the collage given below. അപ്പോൾ നമ്മുടെ ഈ ഫുഡ് പ്രൊഡക്ഷൻ ഇതെല്ലാം നമുക്ക് ഉണ്ടായിട്ടും ചില കാര്യങ്ങളിൽ നമ്മൾ ഇപ്പോഴും വീക്കാണ്. അല്ലെങ്കിൽ ഈ ഒരു ഫുഡ് പ്രൊഡക്ഷനുമായിട്ട് നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് എന്താ പറയുന്ന അഫക്റ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സബ്സിഡി കട്ട് ഷോർട്ട് ഫാർമേഴ്സ് ഇൻ ക്രൈസിസ്. അപ്പോൾ സബ്സിഡി കട്ട് ഷോർട്ട്, അപ്പോൾ സബ്സിഡി അവർ കുറച്ചു. ഫാർമേഴ്സ് ഇൻ ക്രൈസിസ്. നാച്ചുറൽ കലാമിറ്റി, ഫോൾ ഇൻ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. അപ്പോൾ നാച്ചുറൽ കലാമിറ്റിയിലേക്ക് പ്രളയം അതുപോലുള്ള ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ, അല്ലെങ്കിൽ കാറ്റ്, കൊടുങ്കാറ്റ് ഇതെല്ലാം വന്നപ്പോൾ അവരുടെ ഇത് കൃഷിയെല്ലാം നശിച്ചു. മിസ്യൂസ് ഓഫ് ഫാം ലാൻഡ്സ്, സ്റ്റീപ്പ് ഡൗൺഫോൾ ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. അപ്പോൾ ഫാം ലാൻഡിന്റെ മിസ്യൂസ്, അത് ഈ ഫാർമേഴ്സ് ഈ ഫാം ലാൻഡിന് മാത്രം അല്ലാതെ വേറെ പല കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ അതിനെയൊക്കെ മൂടി കെട്ടിടങ്ങൾ വെക്കുകയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ പ്രൊഡക്ഷനും കുറഞ്ഞു. എക്കണോമിക് ക്രൈസിസ്, മേജർ മെക്കാനൈസേഷൻ പോസിബിൾ. അപ്പോൾ അവിടെ ഈ ഒരു ജോലി സാധ്യതകളും എല്ലാം കുറഞ്ഞു. പിന്നെ ആ സമയത്ത് അവർക്ക് ശമ്പളം കുറഞ്ഞു, ശമ്പളം ഇല്ലാതെയായി. ടോട്ടൽ ഇക്കോണമിയെ നമുക്ക് അഫക്ട് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഇവിടെ ഒരു ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് ഉണ്ട്. പാർലമെന്റ് പാസ് ദ ബിൽ ഇൻ 2013, 2013 പാസ്സാക്കിയതാണ്. ഫുഡ് സെക്യൂരിറ്റി ഇസ് എ ലീഗൽ ഒബ്ലിഗേഷൻ ഓഫ് ദ ഗവൺമെന്റ്. അപ്പോൾ ഈ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് അത് ലീഗൽ ഒബ്ലിഗേഷൻ ആണ്, അതായത് നിയമപരമായിട്ട് അതിന്റെ കടമയാണ്, നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു കടമയാണ് ഈ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളത്. എൻഷുർ അഡിക്വേറ്റ് ന്യൂട്രീഷ്യസ് ആൻഡ് ഹൈ ക്വാളിറ്റി ഫുഡ് ഐറ്റംസ് അറ്റ് ഫെയർ പ്രൈസ് ടു ഓൾ പീപ്പിൾ. അപ്പോൾ ഈ അവർക്ക് നല്ല ഗുണമേന്മയുള്ളതും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് അത് നമുക്ക് ഫെയർ പ്രൈസിന്, കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് തരണം ടു ഓൾ പീപ്പിൾ, എല്ലാവർക്കും.
അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഈസ് എ ലീഗൽ റൈറ്റ് സിറ്റിസൺ. അപ്പോൾ നമ്മുടെ ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റും കൂടെയാണ്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നാണ് റൈറ്റ് ടു ഹാവ് ഫുഡ്. അപ്പോൾ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും എസെൻഷ്യൽ ആണ്. അതെന്ന് പറയുന്നത് ഒരു ലീഗൽ റൈറ്റ് കൂടെയാണ് മനുഷ്യർക്കല്ല. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും അത് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2020 ഫാം ബില്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ഫുഡ് സെക്യൂരിറ്റി ആയിട്ടൊക്കെ നല്ല റിലേറ്റ് ചെയ്ത കാര്യങ്ങളാട്ടോ. നിങ്ങൾ പത്രം വായിക്കുന്നവർ ചിലർ ഈ ഫാം ബില്ലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ മീനിങ്സ് ആയിട്ട് എഴുതുന്നുണ്ട്. അവർ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ എഴുതുന്നത് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എന്നാലും ഫാം ബില്ല് അതൊക്കെ വായിക്കുക. അതൊക്കെ എന്ന് പറയുന്നത് ഞാൻ ചിലപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതെങ്കിൽ എനിക്ക് ചിലപ്പോ എന്തെങ്കിലും തോന്നി അതിൽ നിന്ന് കൂടെ എടുത്തിടാൻ തോന്നിയാലോ, എന്റെ കാര്യമല്ലേ, പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളോട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഞാൻ മറ്റേ ടാഗോറിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, അതുപോലെയൊക്കെ തന്നെയാണ്. ടാഗോർ അവിടെ പറഞ്ഞു, ഞാൻ ഇതേപോലെ ഇപ്പോഴത്തെ ഫാം ബില്ലും ഈ നിങ്ങൾ ഈ പഠിച്ച ഈ ഒരു എക്കണോമിക് ക്രൈസിസും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ച് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാൻ തയ്യാറാവണം. അതുകൊണ്ടാണ് പത്രം വായിക്കണം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫാം ബിൽ എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ ഫാർമേഴ്സ് അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഇപ്പൊ നടക്കുന്നുണ്ട്. അതിപ്പോ നിങ്ങൾ മലയാളം പത്രം വായിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. The new collage given above display some of the challenges faced by the food production sector. അപ്പോൾ ഇതെല്ലാം എന്ന് പറയുന്നത് ന്യൂസ് ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ ഇതിനൊക്കെ കുറെ ചലഞ്ചസ്, കുറെ ഇഷ്യൂസ് അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രോപ്പ് ഫെയിലിയർ ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ്, നമ്മുടെ പ്രളയം അല്ലെങ്കിൽ അതുപോലുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ കൊടുങ്കാറ്റ്, ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ കൃഷിയൊക്കെ നശിക്കുക. യൂസിങ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചറൽ പർപ്പസസ്, ഈ കൃഷിഭൂമി തന്നെ കൃഷിക്ക് അല്ലാത്ത രീതിയിൽ യൂസ് ചെയ്യുക, വേറെ പല ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കെട്ടിടം വെക്കുക. അപ്പൊ അങ്ങനെയുള്ള യൂസ് ചെയ്ത് ഇത് അഗ്രികൾച്ചർ അവിടെ നശിക്കുക. റെഡ്യൂസിങ് ദ റേറ്റ് ഓഫ് സബ്സിഡീസ്, അപ്പോൾ ഈ ഫാർമേഴ്സിനും എല്ലാം സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സബ്സിഡികളൊക്കെ കുറയ്ക്കുക. അണേബിൾ ടു പർച്ചേസ് അഗ്രികൾച്ചറൽ മെഷീൻസ്, അപ്പോൾ ഇപ്പോഴെന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ മെഷീൻസും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർക്ക് എല്ലാവർക്കും ഇത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളിപ്പോ എന്ത് നോക്കിയാലും നമുക്ക് മെഷീൻസിന്റെ റോൾ എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അപ്പോൾ ആ മെഷീൻസിനെ അവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ആ ഒരു പവർ അത് അവർക്ക് ഉണ്ടാവത്തില്ലായിരിക്കും. അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻ പ്രോപ്പർ ആവണം, അവർക്ക് സബ്സിഡി പ്രോപ്പറായിട്ട് കിട്ടണം, അതെല്ലാം പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ എത്തണം. അപ്പോൾ അത് എത്താത്തിടത്തോളം കാലം ഇത് അവർക്ക് പോസിബിൾ അല്ല. അതൊരു ചലഞ്ചായിട്ട് തന്നെ നിൽക്കും. ക്ലൈമറ്റ് ചേഞ്ചസ്, അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് നമ്മുടെ കാലാവസ്ഥയിൽ വരുന്ന ചേഞ്ചസ്. അണേബിൾ ടു എൻഷുർ ക്രോപ്പ് ഇൻഷുറൻസ്, അപ്പോൾ അവർക്ക് ഈ പ്രത്യേകിച്ച് ഈ കർഷകർക്ക് ഇതിനൊരു ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നശിച്ചു കഴിഞ്ഞാൽ അത് കർഷകന്റെ മാത്രം നഷ്ടമായിട്ട് മാറും. എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് റെഡ്യൂസിങ് സോയിൽ ഫെർട്ടിലിറ്റി, അപ്പോൾ അവർ പെട്ടെന്ന് അവർക്ക് നല്ലൊരു ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടാനായിട്ട്, പെട്ടെന്ന് നല്ലൊരു ക്വാണ്ടിറ്റി പ്രൊഡക്റ്റ് കിട്ടാനായിട്ട് ഇവർ കൂടുതൽ വളം ചേർക്കും. അങ്ങനെ ആ വളം ചേർക്കുന്നത് ആർക്കാടാ ആണോ? ഓക്കെ, അവന് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ പോയോ എബിൻ? ഓക്കെ, അവന് ഇനി പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ല, നോക്കാം. ഓക്കെ, അപ്പോ അത്തരത്തില് നമ്മുടെ ആ ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ഫെർട്ടൈൽ സോയിലില് അതിന്റെ ആ ഒരു ഫെർട്ടിലിറ്റി നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വളങ്ങൾ ചേർക്കുമ്പോൾ അതിന്റെ ആ ഒരു നാച്ചുറൽ ഫെർട്ടിലിറ്റി നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അത് കൃഷിയെ എല്ലാം ടോട്ടലി ബാധിക്കും. It is essential that these issues and challenges be addressed to ensure food security by improving food production and distribution. അപ്പോൾ ഇത്തരം ഇഷ്യൂസിനെ അവർ കണക്കാക്കുകയും ആ ഒരു ഫുഡ് സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ഒരു ഫുഡ് പ്രൊഡക്ഷനും അതിന്റെ ഡിസ്ട്രിബ്യൂഷനും പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. മനസ്സിലായോ?
ഇതൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലുതായിട്ട് അങ്ങനെ പഠിക്കാനൊന്നും ഇല്ല കേട്ടോ. പഠിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം മനസ്സിലാക്കി ഇതൊക്കെ എഴുതുക. ഇതിലൊന്നല്ലാതെ കൂടുതൽ ചുറ്റിക്കാനായിട്ട് വലുതായിട്ടൊന്നും ഇല്ല. ചുറ്റിക്കാം. ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ഫാം ബില്ലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വെറുതെ വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ അറിഞ്ഞിരിക്കുക. ഇതേ ഓക്കെ. അപ്പൊ കൊള്ളാലോ, ചാപ്റ്റർ തീർന്നു. ഓക്കെ. അപ്പോ ഈ ചാപ്റ്റർ ടോട്ടലി എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഈ ചാപ്റ്റർ ടോട്ടലി അത് തന്നെയായിരുന്നല്ലോ. കാര്യം അതില് അടുത്ത പാഠം പൊളിക്കും. നമ്മൾ പൊളി അത് സൂക്ഷിക്കണം. അതെ അതെ, അത് ഗവൺമെന്റിന്റെ അടുത്ത് നമുക്ക് പറയാടാ, ഇത്തരം ചാപ്റ്ററുകളൊക്കെ എടുത്ത് മാറ്റാൻ. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ സമ്മറി കൂടെ ഒന്ന് നോക്കാം. സമ്മറി: the relationship of primary, secondary and tertiary sector is base of economic growth. അത് നമ്മൾ പഠിച്ചതാ. ഇതിന്റെ ബാക്കി സമ്മറി ആരെങ്കിലും ഒന്ന് വായിച്ചേ. The interrelationship of primary, secondary and tertiary sector is the base of economic growth. Among the three sectors of the economy, the agricultural sector still provides more employment opportunities. ഇത് നമ്മൾ ആ ടേബിളിലൊക്കെ കണ്ടതാണ്. ആ ഒരു ചേഞ്ചും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കും. ഓക്കെ, അടുത്ത. Indian economy witnesses a trend of increasing employment opportunities in the secondary and tertiary sector and decreasing employment opportunities in the primary sector. Right. Even after enhanced food production, India has to go a long way to attain food security. An efficient public distribution system and welfare activities of governments help to attain food security. അപ്പൊ ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ ഈ പഠിച്ചതിന്റെ ടോട്ടലി സമ്മറിയാണ്. എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് വലുതായിട്ട് നിങ്ങളെ ഞാൻ എന്താ പറയുന്നത് കുരുക്കി, എന്താ പറയുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ കുരുക്കത്തില്ല, പേടിക്കും കേട്ടോ. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ഈ റിയൽ ലൈഫ് എക്സാമ്പിൾ എഴുതാനായിട്ട് ശ്രമിക്കുക. അതായത് ഞാൻ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുമ്പോ ഇപ്പൊ ഒരു പോവർട്ടി അലിവേഷൻ പ്രോഗ്രാമിൽ തന്നെ ഞാനിപ്പോ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ചോദിക്കും വിത്ത് റിയൽ ലൈഫ് എക്സാമ്പിൾ. അപ്പൊ അത് എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പൊ മിഡ് ഡേ മീൽ പ്രോഗ്രാം അതാണെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ഇത് വേണം. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും അതിന് എന്തെങ്കിലും ഒരു റിയൽ ലൈഫ് എക്സാമ്പിളും കൂടെ കരുതുക. എന്താ? അപ്പോ അത് തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. Classified economic activities in the primary, secondary and tertiary sector. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ? അറിയാവോ? അറിയാം. ലക്ഷ്മി അറിയാവോ? Statistically represents the details of employment opportunities each sector. അതിന്റെ ഇടയിൽ കൂടെ കോട്ട് ജീവൻ അറിഞ്ഞില്ല ഇത് അൺമ്യൂട്ട് ആണെന്ന്. ജീവൻ സാറേ ഇപ്പൊ ഒരു കോള് വന്നു, ഞാൻ ഒന്നും കേട്ടില്ല. കൊറേ പ്രാവശ്യം ഫോണിൽ കോള് വന്നോണ്ടിരിക്കുന്നു. ചാപ്റ്റർ മനസ്സിലായോ? ബാക്കി ഇംഗ്ലീഷ് എടുത്താലോ? ബാക്കി ഇംഗ്ലീഷോ? സാർ ഇടയ്ക്കൊന്നും കേട്ടില്ല. അടുത്ത പാഠം പഠിക്കാം. ഓക്കെ. ഇത് അപ്പോ ഇത് തന്നെയാണ്, ഇത്ര തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാം.